ദിസ് ഈസ് 100 rupees നോട്ട്. കൊച്ചിയിലെ ചില കഫേസിൽ ഈ 100 രൂപയുണ്ട് ഒരു കാപ്പി പോലും കിട്ടൂല. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ഒരു ദിവസം മൊത്തം എനിക്ക് ഒരു 100 rupees കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു ചാലഞ്ച് ഞാൻ ഇതിനു മുന്നേ ചെയ്തതാണ്. പക്ഷെ അതെൻ്റെ സ്വന്തം നാട്ടിലായ തലശ്ശേരിയിലാണ്. അവിടെ എനിക്ക് സ്ഥലമല്ല അറിയാം, അതുകൊണ്ട് തന്നെ വലിയ ടാസ്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ എറണാകുളത്ത് കൊച്ചിയിൽ ഒരു സ്ഥലവും അറിയില്ല, എങ്ങനെ ട്രാവൽ ചെയ്യേണ്ടത്, എങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഏത് ബസ് കയറണം എന്നൊന്നും അറിയില്ല. അത് മാത്രമല്ല തലശ്ശേരിനെക്കാട്ടിയും എത്രയോ എക്സ്പെൻസീവ് ആണ് കൊച്ചി. സോ അതുകൊണ്ട് ഈ ഒരു ചാലഞ്ച് ഞാൻ മര്യാദക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു മേക്ക് എ പ്രോപ്പർ പ്ലാൻ. നമുക്ക് 3 കാര്യങ്ങൾക്കാണ് പൈസ വേണ്ടത്: ഫുഡ്, ട്രാവൽ ആൻഡ് വാട്ടർ. 1 ലിറ്റർ വെള്ളത്തിന് 20 രൂപ. ആ 20 രൂപയ്ക്ക് ഞാൻ വെള്ളം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡിനും ട്രാവലിനും ഈ ലിസ്റ്റിലുള്ള സംഭവങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ 80 രൂപ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്നത് വെള്ളം സ്റ്റോക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് വെള്ളം സ്റ്റോക്ക് ചെയ്യാൻ കുപ്പി വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. സോ കുപ്പിക്ക് പകരം ഫുഡ് കഴിക്കാൻ കയറുന്നിടത്ത് നിന്ന് വയറ്റിൽ വെള്ളം സ്റ്റോക്ക് ചെയ്യേണ്ടി വരും. ഫുഡിനും ട്രാവലിനും എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്നും എനിക്കറിയില്ല. സോ അത് വരുന്ന പോലെ വരട്ടെ. സോ ഇപ്പം നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഗൈസ് നല്ലോണം വിശക്കുന്നുണ്ട്. ഞാൻ ഇടത്തം കുറച്ച് ലേറ്റായി. ലെറ്റ്സ് ഗോ. ദിവസത്തെ ആദ്യത്തെ ഫുഡ് തന്നെ നല്ല പൈസ ചിലവാക്കിയെങ്കിൽ ഈ ചാലഞ്ച് ഇവിടെ തന്നെ ഫ്ലോപ്പ് ആവും. സോ ചീപ്പായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ലക്കിലി തൊട്ട് മുന്നിൽ തന്നെ ഒരു ചായപ്പീടി ഉണ്ടായിരുന്നു. ചായ ഉണ്ടോ? ഒരു കാപ്പി എത്രയാ? കാപ്പിക്ക് തന്നെ 20. ഷുഡ് ഐ ഗോ ഫോർ വട ഗൈസ്? ചില്ലും കൂട്ടിലിരുന്നു ഇന്ന് വട എന്നെ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഒരു ഐറ്റം വാങ്ങാനുള്ള പൈസയേ ഉള്ളൂ. സോ നല്ല വിഷമമുണ്ടായിട്ടും ഞാൻ ആ ഹാർഡ് ഡിസിഷൻ എടുത്ത് തൽക്കാലം കാപ്പി മാത്രം മതി. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗൈസ് ഈ ഒരു 20 രൂപേൻ്റെ കാപ്പി. സൂപ്പർ കാപ്പിയാണ് ഗൈസ്. പക്ഷേ വി ആർ ഡൗൺ ടു 80 rupees. എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് ഇപ്പോൾ 100 rupees പറ്റുമെന്ന്. ബട്ട് ലെറ്റ്സ് ട്രൈ ഗൈസ്. ആദ്യം ഒരു കാപ്പി കുടിച്ച് തീർക്കാം. കാപ്പി കുടിച്ച് കഴിഞ്ഞ് കയ്യിൽ ബാക്കി 80 രൂപ ആയപ്പോഴത്തേക്കും ഈ ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കോൺഫിഡൻസ് ഭയങ്കര ലോ ആയി. സോ ലേശം കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ നാട്ടുകാരോട് തന്നെ ചോദിച്ചു, ഈ ഒരു ചാലഞ്ച് എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല, ടാസ്ക് ആയിരിക്കുമല്ലോ. ഓ മൈ ഗോഡ്, 100 rupees ഒരു ചാൻസും ഇല്ല. എന്താ ഞാൻ ജീവിക്കണത്? ആ ലാസ്റ്റ് ബ്രോന്റെ വാക്ക് എനിക്ക് തന്ന കോൺഫിഡൻസ് മാറകായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത പ്ലാൻ സെറ്റാക്കി. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യലാണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പൈസ പോകാൻ ചാൻസ് ഉള്ള സംഭവം ആദ്യം ചെയ്യുക. എന്നാലും നമുക്ക് മര്യാദ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. പൈസ പോകാൻ ചാൻസ് ഉള്ള സംഭവം എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യാനാണ്, ആ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വിസിറ്റ് ചെയ്യലാണ്. ഇവിടെ അടുത്ത് എവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല. ലെറ്റ് മീ ചെക്ക് ഗൈസ്. ഈ ഒരു പ്ലേസ് തപ്പുന്ന സമയത്ത് ഞാൻ ഇതുവരെയായിട്ട് കൊച്ചിയിൽ പോവാത്തൊരു പുതിയ സ്ഥലത്ത് പോകണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പെർഫെക്റ്റ് സ്ഥലം എനിക്ക് കിട്ടി. പക്ഷേ there was a problem. Guys, ഞാൻ ഫോട്ടോ വെച്ച് പോകാനാണ് വിചാരിച്ചത്. പക്ഷേ ലുക്ക് അറ്റ് ദിസ് മാൻ. 14 കിലോമീറ്റർ. നമ്മളെ പൈസ മൊത്തം പോയിട്ട് തിരിച്ചുവരുമ്പോഴത്തേക്ക് തീരും. ഞാനിവിടെ വേറെ ആരെങ്കിലും ചോദിച്ചു നോക്കട്ടെ, അടുത്ത് വേറെ എന്തെങ്കിലും നല്ല ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, പേരിനെങ്കിലും ഉള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടോന്ന്. നമുക്ക് കൊണ്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തപ്പി ഞാൻ ഇറങ്ങിയപ്പോഴാണ് 2 ബ്രോസ് നമ്മളോട് പറഞ്ഞത് ഇവിടെ സുഭാഷ് പാർക്ക് എന്ന് പറയുന്ന ഒരു അടിപൊളി സ്ഥലമുണ്ട്. ഞാൻ ഈ സുഭാഷ് പാർക്ക് എവിടെയാന്ന് വെച്ചപ്പോൾ ഈ മറൈൻ ഡ്രൈവിൻ്റെ അങ്ങനെ അറ്റത്ത് പോയാൽ മതി എന്നാ പറഞ്ഞേ. ആടത്തേക്ക് പോകാൻ തോന്നുന്നു. ആടത്തേക്ക് നടന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഈ പറഞ്ഞ അത്ര അടുത്തൊന്നല്ലേ സുഭാഷ് പാർക്ക്. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ 40 രൂപേൻ്റെ ബോട്ട് ടിക്കറ്റ് എടുത്ത് ഫോട്ടോ വെച്ച് പോകാൻ പറ്റാത്ത സങ്കടത്തിൽ ഇങ്ങനെ നടക്കുന്നതിനെടുക്കാണ് ഒരു ബ്രോ മാലാഖനെ പോലെ വന്നിട്ട് പറഞ്ഞേ 6 രൂപയ്ക്ക് നമുക്ക് ഫോട്ടോ വെച്ച് പോകാൻ പറ്റുന്നു. 6 രൂപക്ക് ബോട്ട് കയറാം. പിന്നെ അവിടെ റിട്ടേൺ 6 രൂപക്ക്. വാട്ടർ മെട്രോക്കാണ് 40 രൂപ. 6 രൂപയ്ക്കുള്ളൂ അല്ലേ? ഞാൻ തിരിച്ചു വരും കേട്ടോ. 6 രൂപയ്ക്ക് ഇല്ലെങ്കിൽ അവിടെ പോയിക്കാം. ഞാൻ വേണമെങ്കിൽ ബ്രോയിന്റെ കൊച്ചിക്കാരെല്ലാം നല്ല സൂപ്പർ ടീംസ് ആണെന്ന് തോന്നുന്നു. 6 രൂപേൻ്റെ ബോട്ടിൽ നിന്ന് പിറ്റ് നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ അനിൽ ബ്രോ പറഞ്ഞ പോലെ തന്നെ അവിടെ 6 രൂപയ്ക്ക് നമുക്ക് ബോട്ട് പോയതിനും കഴിച്ചു. പിന്നെ എന്തിന് ഇവര് 40 രൂപേൻ്റെ ഒരു ബോട്ട് സർവീസ് നടത്തുന്നത് എനിക്കറിയില്ല. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ബോട്ടിലേക്ക് കയറി. ബോട്ടിനുള്ളിൽ പിന്നെ സംഭവം ഭയങ്കര പൊളിയേനു. നല്ല വൈബ് ക്ലൈമറ്റ്, ചുറ്റും ഇഷ്ടംപോലെ കപ്പല്, അതിൽ തന്നെ ഒരു കിണ്ണ കാഴ്ച, അമേരിക്കൻ വാർഷിപ്പ് പോലത്തെ ഒരു സാധനം. ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരു കിടിലും മഴയും കൂടെ. ഒരു 6 രൂപ കൊടുത്തിട്ട് 60 രൂപ വേർത്തുള്ള ഈ ഒരു ബോട്ട് റൈഡ് 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവസാനിച്ച് നമ്മളങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. സോ നമ്മൾ ഫോർട്ട് കൊച്ചി എത്തി ഗൈസ്. അങ്ങനെ ഞാൻ ബോട്ടിലുള്ള ഏട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ടൂറിസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഫോർട്ട് കൊച്ചി ബീച്ചാണ്. ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഇത് വന്നിട്ടില്ല. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം. എന്തായാലും അവിടത്തേക്ക് പോവാം. നല്ല മഴയും ബോട്ടിലുണ്ടായപ്പോൾ. പക്ഷേ നമ്മളിവിടെ എത്തിയോണ്ടാകുമ്പോൾ എന്തായാലും മഴ പോയിട്ടുണ്ട്. നമുക്ക് പൈസ അത്യാവശ്യം ബാക്കിയുണ്ട്. 6 രൂപയ്ക്ക് എന്തായാലും ഇവിടെ എത്തുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ബീച്ചിൽ പോവാൻ എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി. അങ്ങനെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ വിട്ട് ഞാൻ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് വിട്ട്. ഞാൻ ഇതുവരെ കാണാത്ത, സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു കൊച്ചിയാണ് എനിക്ക് ഫോർട്ട് കൊച്ചിയിൽ കാണാൻ പറ്റിയത്. ആ ഒരു സ്ഥലവും ആൾക്കാരും ബിൽഡിങ്സും, ദ ഫീൽ വാസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്.
അതിന്റെ ഇടയ്ക്ക് ഒരു മൂടി ക്ലൈമറ്റും കൂടി ആകുമ്പോൾ ബീച്ചിലേക്കുള്ള ഈ ഒരു നടത്തം ഒരു ടാസ്ക് ആയിട്ട് തന്നെ തോന്നുന്നില്ല. അങ്ങനെ ഒരു 1.5 കിലോമീറ്ററിന്റെ നടത്തത്തിന് ശേഷം ഞാൻ ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തി. ഇതാണ് നമ്മളെ ഫോർട്ട് കൊച്ചി ബീച്ച്. മഴക്കാറിലുള്ളോട്ട് ഒരു വൈബ് ഉണ്ട് കേട്ടോ. ഇത് ഉച്ച സമയമാണ് ഏകദേശം, പക്ഷെ എന്നിട്ടും വെയിലൊന്നുമില്ല. ഇറ്റ്സ് കൈൻഡ് ഓഫ് കൂൾ ഗൈസ്. ഒരു കപ്പൽ നോക്കും. അങ്ങനെ ആദ്യമായിട്ട് ഫോർട്ട് കൊച്ചി ബീച്ചിലും വന്ന് ഞാൻ ഉദ്ദേശിച്ച അങ്ങനത്തെ ഒരു ബീച്ച് അല്ലെങ്കിലും ഈ ഒരു ക്ലൈമറ്റും ഒരു മഴക്കാറും കൂടിയ അവസ്ഥയിലായതുകൊണ്ട് സത്യമായിട്ട് ഒരു രസമുണ്ട്. നമ്മൾ ആ ഒരു ലിസ്റ്റിൽ ഏകദേശം സംഭവങ്ങൾ കഴിഞ്ഞു. സോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബോട്ട് കയറ്റി തന്ന ചങ്ങായി പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ലോബോ ജംഗ്ഷൻ ആണ്. അവിടെ 6 റുപ്യൻ്റെ പൊറോട്ട ഉണ്ടെന്ന് പറഞ്ഞത്. ബാക്കിയുള്ള കാര്യം ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു കിണ്ണക്കാച്ച് മഴ പെയ്ത് മഴ പോയതിനു ശേഷം 6 റുപ്യൻ്റെ പൊറോട്ട കിട്ടുന്ന സ്ഥലം ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഈ ലോബോ ജംഗ്ഷൻ 2.5 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഞാനിനി 2.5 കിലോമീറ്റർ നടന്നെത്തി. പിന്നെ തിരിച്ചു വന്ന് കുറച്ച് ലേശടങ്ങാറ് പോലെ ഫീൽ ചെയ്യുന്നു കഴിച്ചു. നമ്മളെ പൊറോട്ട പ്ലാൻ ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും ഫുഡ് അടിക്കേണ്ടി വരും. 6 റുപ്യേൻ്റെ പൊറോട്ട മിസ്സായി നമ്മളെ പ്ലാന് ക്യാൻസൽ ആയതിൻ്റെ വിഷമത്തിൽ ഇനി അധികം പോക്കറ്റ് കയറാണ്ട് എന്ത് കഴിക്കുന്നു വിചാരിച്ച് നിൽക്കുമ്പോഴാണ് മുന്നിൽ തന്നെ കഞ്ഞി കൊടുക്കുന്നൊരു ഷോപ്പ് കണ്ടേ. ചേച്ചി കഞ്ഞിയുണ്ട്, എത്രയാ? അങ്ങനെ ആ പ്ലാനും പാളി. 40 റുപ്യ എടുത്ത് കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബഡ്ജറ്റ് മൊത്തത്തിൽ തീരും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് ലഞ്ച് സ്കിപ്പാക്കാൻ ഞാൻ വിചാരിക്കുമ്പോഴാണ് തൊട്ടടുത്ത് വേറൊരു ഷോപ്പ് കണ്ടേ. ഓംലെറ്റ് ഉണ്ട്. എത്രയാ ഓംലെറ്റ്? ഒരു സിംഗിൾ ഓംലെറ്റ്. രാവിലെ ആകെ ഒരു കാപ്പി മാത്രമാണ് കുടിച്ചത്. അതിന്റെ കൂടെ ഉച്ചയ്ക്ക് ഒരു സിംഗിൾ ഓംലെറ്റ് മാത്രം കഴിച്ചിട്ട് എന്താവാനാന്ന് എനിക്കറിയില്ല. പക്ഷെ വേറെ വഴിയില്ല ഗൈസ്. 20 റുപ്യയിൽ കൂടുതൽ നമുക്ക് ഫുഡിന് ചെലവാക്കാൻ പറ്റൂല. സോ നല്ല മയത്ത് നല്ല ചൂട് ഓംലെറ്റ്. പതക്കും ഗുഡ്. ഓംലെറ്റ് എല്ലാം എന്തായാലും സൂപ്പർ തന്നെയായിരുന്നു. ഗൈസ് റൈറ്റ് നൗ ഞാൻ ഈ ബീച്ചിന്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഓംപ്ലേറ്റ് നിന്ന് 20 റുപ്യ കൊണ്ടുപോയി കളഞ്ഞാൽ തോന്നുന്നത് മര്യാദക്ക് ആ ലോബോ ജംഗ്ഷനിലേക്ക് നടന്നിട്ട് 3 പൊറോട്ട എന്നായി. അതാകുമ്പോൾ വയറ് ഫുള്ളാവും. അത് മാത്രമല്ല ഞാൻ പിന്നെ ആലോചിക്കേണ്ടിരുന്ന പ്രശ്നം വെച്ചാൽ ഓംപ്ലേറ്റ് തിന്നുകൊണ്ടിരിക്കുന്നിടക്ക് എനിക്ക് ബോധം വന്നേ വെള്ളം കുടിക്കാൻ കഴിയില്ല ഗൈസ്. ഹോട്ടലെല്ലാം പോയാൽ ഫ്രീ ആയിട്ട് വെള്ളം കിട്ടുള്ളൂ. ഇവിടെ പോയാൽ കുപ്പിവെള്ളം വാങ്ങേണ്ടി ഒരു 20 റുപ്യ കൊടുത്തിട്ട്. ഞാൻ ആകെ ഇന്ന് കുടിച്ച ആ ഒരു ലിക്വിഡ് ഫോം ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് രാവിലെ കുടിച്ച ചായയാണ്. പൊറോട്ട കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ ചോദിച്ചാൽ പിന്നെ ഞാൻ അത് വിട്ടുപോയി. ബാക്കി പൈസക്ക് വെള്ളം കുടിക്കാന്നാൽ നടക്കൂല. വൈകുന്നേരം കാത്തിക്കാൻ പറഞ്ഞു പറ്റില്ല ഗൈസ്. 100 റുപ്യക്ക് സർവൈവ് ചെയ്യാൻ വന്നിട്ട് വെള്ളം കുടിക്കാണ്ട് സർവൈവ് ചെയ്യേണ്ട അവസ്ഥയായി. കുറേ നടന്ന് കാലുവേദനയും ദാഹവും എല്ലാം ഉണ്ടെങ്കിലും ഞാൻ ഫോട്ടോ വെച്ചതിലൂടെ പിന്നെയും കുറേ നടന്ന്. ഞാൻ ഈ നടക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ചെക്ക് ലിസ്റ്റിൽ സായിപ്പിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോ കൊച്ചിയിൽ സായിപ്പിനെ കണ്ടിട്ടില്ലെങ്കിൽ വേറെ എവിടെയും കാണാൻ പറ്റുന്നത് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ കുറേ നേരം നടന്നിട്ടും സായിപ്പിനെ ഒന്നും കാണാണ്ട് ഫൈനലി ബോട്ടിന് സമയപ്പം തിരിച്ച് ബോട്ട് കിട്ടിയാൽ 6 റുപ്യ ടിക്കറ്റ് എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് തിരിച്ചെത്തി. ഇനിയും വെള്ളം കുടിക്കാണ്ടിരുന്ന ഞാനാണ് തലറിഞ്ഞു എന്ന് തോന്നിയുണ്ട്. പ്ലാനെല്ലാം മറന്ന് നമ്മളെ ബഡ്ജറ്റ് പൊട്ടിച്ച് ഞാനൊരു ലൈം ജ്യൂസ് കുടിച്ച്. എൻ്റെ അമ്മോ എന്ത് ആശ്വാസം അറിയാം ലൈം കുടിച്ചപ്പോൾ. വേറൊന്നും കാര്യമായിട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ട് ആ ലൈം ജ്യൂസ് കുടിച്ചതിൻ്റെ എനർജിയിൽ നമ്മൾ രാവിലെ സെറ്റ് ചെയ്ത ഡെസ്റ്റിനേഷനായ സുഭാഷ് പാർക്കിലേക്ക് ഞാനൊന്ന് പോയി. സോ ഗൈസ് ഇതാണ് നമ്മുടെ അടുത്ത് ആ ഒരു 100 റുപ്പീസിൻ്റെ ബാക്കിയുള്ളത്. ടോട്ടലി 28 റുപ്യാണുള്ളത്. അപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഈ 28 റുപ്യക്ക് ആ ലൈം എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചു പോയി ഗൈസ്. ഇല്ലെങ്കിൽ ഞാൻ ലൈം കുടിക്കില്ല. പക്ഷെ ലൈം കുടിച്ചത് അബദ്ധമായി. ആ ചങ്ങയിൽ കസ്കസ് അല്ല കിട്ടിന്. എനിക്ക് കസ്കസ് ഇഷ്ടമല്ല. ഇപ്പം മഴക്കാറിൽ നിന്ന് മഴ പെയ്തില്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു രാത്രി അല്ല ഇത് എപ്പോഴാണ് കൂട്ടണമെന്ന് എനിക്കറിയില്ല. അവരെ ഇവിടെ ഇരിക്കാന്ന് തോന്നുന്നത്. ബാക്കിയുള്ള 28 റുപ്യ ഉണ്ട്. ഇനി ബാക്കി ദിവസം സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് പോസിബിൾ ഗൈസ്. വലിയ പാടൊന്നുമില്ല. നമുക്കാകെ ഫുഡ് കഴിക്കാനേ ഉള്ളൂ. പിന്നെ നടന്നിട്ടാണെങ്കിൽ അങ്ങോട്ടെങ്കിലും പോവാ. പക്ഷെ തീരെ എനർജി ഇല്ല ഗൈസ്. അതാണ് ആകെയുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ടേക്കുള്ള യാത്ര ഇന്നത്തെ നടത്തവും എല്ലാം കൂടി ക്ഷീണമായിപ്പോയി. അങ്ങനെ തീരെ എനർജി ഇല്ലാണ്ട് ആ പാർക്കിന്റെ ബെഞ്ചിൽ കിടക്കുമ്പോഴാണ് ഞാൻ ആ ഒരു കാഴ്ച കണ്ടത്. ഒരു സായിപ്പ്. ചെക്ക് ലിസ്റ്റിലെ ഒരു ഐറ്റം കൂടി കംപ്ലീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഇല്ലാത്ത എനർജി എവിടെ നിന്നല്ലോ വന്ന് ഞാൻ ആ സുഭാഷ് പാർക്ക് മൊത്തം അങ്ങ് കറങ്ങി. ഒച്ചയില്ല അനക്കില്ല. ഇറ്റ് വാസ് ജസ്റ്റ് പെർഫെക്റ്റ്. അതിന്റെ നടുക്കാണെങ്കിൽ ഒരു കിണ്ണം കാച്ചിയ മരവും. എന്ത് രസാണ് ഇത് കാണാൻ വേണ്ടിട്ട്. സുഭാഷ് പാർക്കിന്റെ വൈബൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നെത്തിയത് ഈ ഒരു പാർക്കിന്റെ വേറൊരു വശത്തേക്കാണ്. ഇതുവരെ കണ്ടതൊന്നുമില്ല. ഇതാണ് സാധനം. ഈ സ്ഥലം പൊളിയാട്ടാ. സൈലന്റ് മുന്നിൽ കായല്. ആച്ചപ്പടാക്കത്തെ വേറെ ഇടങ്ങാറാക്കണ്ട വെച്ചിട്ട് സെറ്റപ്പ് സാധനം കേട്ടോ. ഇതേപോലത്തെ ഒരു നമ്മളാണ് വേണേനും. ഇത്രയും വെറുതെ ആടി ഇവിടെ വന്നിരുന്ന അതിനാദ്യം. പിന്നെ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല.
ആ ഒരു ക്ലൈമറ്റിൽ കായലും കണ്ട് കാറ്റും കൊണ്ട് അടിയിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു 100 റുപ്പീസ് ചാലഞ്ച് ചെയ്യുകയാണെന്നോ എൻ്റെ അടുത്ത് ബാക്കി 28 റുപ്യ മാത്രമേ ഉള്ളൂ എന്നോ ഒന്നും എൻ്റെ മൈൻഡിൽ ഉണ്ടായിട്ടില്ല. കംപ്ലീറ്റ് പീസ്. ഞാൻ ശരിക്കും ആടെ നിന്നിട്ട് ആ ഒരു ടൈം എൻജോയ് ചെയ്യുന്നതായിരുന്നു. അന്നേരമാണ് പെട്ടെന്നൊരു സംഭവം നടന്നത്. എൻ്റെ അമ്മ എന്ത് മഴ കഴിച്ച്, എൻ്റെ അമ്മ എല്ലാവരും പായനടിച്ചാൽ നോക്കി. ഞാൻ ചള്ള സുനാമി ആയിട്ട് വന്നത്, പക്ഷെ സുനാമി അല്ല, മഴ. അപ്പുറം ഒന്നും കാണാൻ പറ്റുന്നില്ല, അജാതി മഴ. സോ ദ മഴ ഈസ് ഗോൺ ഗൈസ്. ഒന്നൊന്നര മഴയായിരുന്നു. കുടയുള്ളതുകൊണ്ട് ബെലിങ്ങനെ നനയാണ്ട് രക്ഷപ്പെട്ടു. ഇനിയിപ്പം ഇവിടെ ഇരിക്കാൻ പറ്റുന്നൊന്നുമില്ല, ഇരിക്കേണ്ട എല്ലാ സ്ഥലവും തന്നെ പണ്ടടങ്ങിയിട്ടുള്ള കുറെ ആളെല്ലാം കുളിച്ചിട്ടാ പോയെ. 6 മണിയാവാനായി. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഈ ഒരു ചാലഞ്ച് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിനായിട്ട് ഞാൻ ടൗണിലോട്ടൊന്നും നടന്നിട്ടില്ല ഗൈസ്. മര്യാദക്ക് നമുക്കൊന്ന് എറണാകുളം ടൗണിലോട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞിട്ട് വരാം. അങ്ങനെ മഴ പെയ്ത് തുറന്ന കൊച്ചി ടൗണിലൂടെ ഞാൻ വെറുതെ ഇങ്ങനെ നടന്ന്. കൊച്ചിന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ബ്ലോക്കൊക്കെയാണ് മനസ്സിൽ കണ്ടത്, പക്ഷേ ഈടെ ബ്ലോക്കേ ഉണ്ടായിട്ടില്ല. ഇന്നത്തെ ദിവസം ഞാൻ വരുന്നോണ്ടാണെന്നറിയില്ല, കൊച്ചിന്ന് പീസ് വൈബ് പിടിച്ച് നിൽക്കുന്നതാണ്. ഞാനാണെങ്കിൽ 28 റുപ്യ കൊണ്ട് വെറുതെ അതിലെങ്ങനെ നടക്കുകയും ചെയ്യുന്നത്. അത് എങ്ങോട്ടേക്കാണ് നടക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. വെറുതെ നടക്കുകയാണ് ഈ പാർക്കിന്റെ സൈഡിൽ കൂടെ തന്നെ. മഹാരാജാസ് കോളേജും ഉള്ള കോടതിയെല്ലാം ഞാൻ കണ്ടു, പക്ഷെ എനിക്ക് വേണ്ടത് ഫുഡാണ് കഴിച്ച്. 28 റുപ്യ ഉള്ളൂ. എന്ത് ഫുഡ് കഴിക്കാൻ 28 റുപ്യക്ക്? ഒരു വട തിന്നണമെങ്കിൽ തന്നെ 20 റുപ്യ വേണം തോന്നി. തൽക്കാലം നമുക്ക് ദേശം കൂടെ നടക്കാം. നടന്ന് എനിക്ക് മതിയായി ചേട്ടാ. എൻ്റെ അമ്മ കഴിച്ച് ഇത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. 28 റുപ്യക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉള്ള 20 റുപ്യ 28 റുപ്യ അതെന്തായാലും തരും. അങ്ങനെ ഞാൻ ഇനിയും പിന്നെയും നടക്കേണ്ടി വരും റെയിൽവേ സ്റ്റേഷനിലേക്ക്. കുറേ നടന്ന് പണ്ടാലടങ്ങിയപ്പോൾ ഞാൻ ഈ നടത്തം നിർത്താമെന്ന് വിചാരിച്ചു. ഫൈനലി മറൈൻ ഡ്രൈവിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നടന്ന് ഊപ്പാടിളക്കി. ഇനി നടക്കാൻ എനിക്ക് പറ്റൂല. ഇവിടെ ഇരിക്കാന്ന് വെച്ചാണെങ്കിൽ ഫുള്ള് മഴ പെയ്ത് നനഞ്ഞിട്ടുള്ളത്. സോ ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫൈനൽ മീലും കൂടെ കഴിച്ച് ഈ ചാലഞ്ച് വൈൻഡപ്പ് ചെയ്യണം. സമയം പോകുന്നില്ല, ബെസ്കേ ചെയ്യുന്നു. അടുത്ത് വെറുതെ ഇരുന്നിരുന്നു അടുത്ത് ചെയ്യാനൊന്നുമില്ല. 28 റുപ്യ കൊണ്ട് പിന്നെ എന്താക്കാനായിടന്നും മലക്കത്തും പറയാൻ പറ്റുമോ? മലക്കത്തും പറയാം, അത് ഫ്രീ ആണ്. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു ചാലഞ്ച് അല്ലേ എന്നെങ്കിൽ വല്ല ലുലു മാളിൽ പോയിട്ട് ഒരു ഡയറി മിൽക്ക് സിൽക്കെങ്കിലും വാങ്ങിനു. ലുലു മാളിൽ പോകാൻ തന്നെ പറ്റാത്ത അവസ്ഥ. ഒരു കുന്തവും ചെയ്യാനില്ലാത്തതുകൊണ്ട് മെറൈൻ ഡ്രൈവിൽ ഇരുന്നിട്ട് ഇരുടാവുന്ന ടൈമിൽ കൊച്ചിൻ്റെ ഭംഗിനെ ആസ്വദിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പോയി നമ്മളെ ഫൈനൽ മീലായിട്ട് ഒരു കാപ്പിയും കൂടെ വാങ്ങി. ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല എനിക്ക് വിശന്നിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. സോ ഞാൻ നമ്മളെ ഫൈനൽ മീലായ കോഫിയിലൂടെ നമ്മൾ ഈ ഒരു ചാലഞ്ച് ഏകദേശം അവസാനിപ്പിക്കുകയാണ്. തിന്നാനൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും വയറ്റിനുള്ളിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമുണ്ട്. ആൻഡ് there it is guys, a whole day in Kochi with just 100 rupees. I didn't cheat, I didn't cry. Maybe വിശന്നിട്ട് ചെറുങ്ങനെ കയറിയിട്ടുണ്ടാവും, പക്ഷെ അതല്ലാണ്ട് we completed it. മര്യാദക്കുള്ളൊരു ഫുഡ് കഴിക്കാൻ പറ്റിയില്ല, that is true. But you know what I got guys? Stories, new people. And സത്യമായിട്ടും ഗൈസ് കൊച്ചിനെ ഞാൻ ഇതേപോലെ കണ്ടിട്ടില്ല. ഈവൻ ദോ ഐ ഹാവ് came here so many times. സോ ഇത്രയും ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ഒരു ബിരിയാണി ഡിസേർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ഗൈസ്. ആൻഡ് ഓൾസോ കമന്റ് ചെയ്യുക ഗൈസ് അടുത്ത നമ്മൾ ഈ ഒരു ചാലഞ്ച് ഏത് സിറ്റി ചെയ്യണമെന്ന്. സോ വിത്ത് ദാറ്റ് ഗൈസ് ഐ ആം ഗോണ എൻഡ് ദിസ് ഹിയർ. എനിക്ക് ഇനി 2.5 കിലോമീറ്റർ നടക്കാണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഐ നീഡ് ടു ഗോ. കാർ പിടിച്ചിട്ട് ഞാൻ പോകാൻ വേണ്ടി പോകുന്നതാണ്. നിങ്ങൾ പോകാനായിട്ടില്ല, അത് ഇവിടെ കാണുന്ന ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതി.